കേരളത്തിന്റെ കുംഭമേളയായ മാഘമഹോത്സവം തിരുനാവായയിൽ പുരോഗമിക്കുന്നു. രണ്ടാം ദിനമായി ഇന്നും നാളെ നിരവധി ചടങ്ങുകൾ ബാക്കി നിൽക്കെ ഇന്ന് രാവിലെ തന്നെ നിളാസ്നാനം ആരംഭിച്ചു. ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് കുംഭമേളയിൽ അനുഭവപ്പെടുന്നത്. ഗായത്രി ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടെയാണ് കുംഭമേളയിൽ രണ്ടാം ദിനവും നിളാസ്നാനത്തിന് തുടക്കമായത്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി വിശ്വാസികൾ സ്നാനത്തിൽ പങ്കെടുത്തു. ത്വമേവ പ്രത്യക്ഷം തത്വമസി ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ധർത്താസി ത്വമേവ കേവലം ഹർത്താസി. നദിക്കരയിലെത്തി പിതൃക്കളെ സ്മരിച്ച് ലോകത്തിന്റെ നന്മയ്ക്കായി സ്നാനം നടത്തുമ്പോൾ അത് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി പകരുന്ന ഒന്നാണെന്ന് വിശ്വാസികൾ പറഞ്ഞു. ഈ കുംഭമേളയ്ക്കായിട്ട് തന്നെയാണ് വന്നത്. ഇവിടെ ഈ ചരിത്രം ഇറങ്ങുന്ന ഭൂമിയാണ്. പിതൃക്കൾ ധാരാളം ഇവിടെ ഇങ്ങനെ മാമാങ്ക കാലഘട്ടം എന്നുള്ള പിതൃക്കൾ ഇവിടെ കിടക്കുകയാണ്. അവരൊക്കെ പുണ്യാത്മാക്കളായി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ പുണ്യാത്മാക്കളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ശാന്തി ചൈതന്യം ഈ പ്രദേശമാകെ കേരളമാകെ വരും എന്നുള്ള പ്രതീക്ഷയാണ്. വളരെ എനർജിക് ആയിട്ടുണ്ടായിരുന്നു. വളരെയധികം നല്ല സന്തോഷം തോന്നി, ആത്മസംതൃപ്തി അടഞ്ഞു ഞങ്ങളിവിടെ വന്നിട്ട് സ്നാനം ചെയ്തപ്പോൾ. നീളാനദിയിലൊന്ന് മുങ്ങുക എന്ന് പറഞ്ഞാൽ പുണ്യം തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് മുങ്ങാറുണ്ട്, എന്നാലും ഈ സമയത്ത് മുങ്ങൽ ഒരു പ്രധാനമാണല്ലോ. കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന വിപുലമായിട്ട് നടക്കുന്ന കുംഭമേളയാണിത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇവിടെ എത്തിയാണ്. സ്നാനത്തിന് പ്രത്യേക സമയക്രമങ്ങൾ ഇല്ലെന്നും മാഘമാസത്തിൽ കുംഭമേള ഭൂമിയിലെത്തി നിളയിൽ ഏതു സമയത്തും സ്നാനം നടത്താമെന്നും സംഘാടകർ പറഞ്ഞു. നിളാസ്നാനത്തിന് തുടക്കമായതോടുകൂടി കുംഭമേള ഭൂമിയിൽ ത്രിസന്ധ്യയ്ക്ക് നടക്കുന്ന നിള ആരതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ തിരക്ക് രണ്ടാം ദിനം അനുഭവപ്പെടുന്നുമുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.